അരമുറുകുമ്പോൾ അങ്കത്തട്ടിൽ വിയർക്കുന്നതാരൊക്കെ? ഉത്തർപ്രദേശിൽ ബീഹാർ മോഡൽ വിശാല സഖ്യത്തിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. JDU തൃണമൂൽ പാർട്ടികളുമായി അഖിലേഷ് വിഭാഗം ചർച്ച നടത്തി. കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിൽ മത്സരിക്കുമെന്ന് ഗുലാം നബി ആസാദും ദില്ലിയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം പഞ്ചാബിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പേരിൽ BJPയിൽ ഭിന്നത ശക്തമായി. അതൃപ്തി തുറന്ന് പ്രകടിപ്പിച്ച് സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ വിജയ് സാംപ്ല രാജിസന്നദ്ധയും അറിയിച്ചു. എന്നാൽ രാജി വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് വിജയ് സാംപ്ല പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. ഇതാണെന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് സമഗ്ര ചർച്ചയായി എടുക്കുന്നത്. UPയിലും പഞ്ചാബിലും ഗോവയിലും മണിപ്പൂരിലും ഉത്തരാഖണ്ഡിലും ഒക്കെ തെരഞ്ഞെടുപ്പ് സജീവമാകുമ്പോൾ ആരൊക്കെയാണ് വിയർക്കുന്നത് എന്നത്. തീർച്ചയായും ഇന്ന് G. ദേവരാജൻ, അരുൺ ജോസഫ്, VV രാജേഷ്, BRM ഷഫീർ തുടങ്ങിയവരാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുക. ഒരിടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചത്. തീർച്ചയായും ചർച്ച തുടരുകയാണ്. ആദ്യം ശ്രീ G. ദേവരാജനിലേക്ക്. ശ്രീ ദേവരാജൻ, അതായത് വലിയ ചില സംഭവ വികാസങ്ങളായിരുന്നു കാര്യങ്ങളായി പുരോഗമിച്ചിരുന്നത്. UPയാണ് ഏറ്റവും വലിയ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റിൽ ഒരുപക്ഷെ പുറത്ത്, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പുറത്തൊരുപക്ഷെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നതിൽ ഒന്ന് പ്രധാനമായതും UPയാണ്. കാരണം അവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പല്ല നടക്കുന്നത്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഒരുപക്ഷെ അവിടുത്തെ ഇപ്പോഴത്തെ വികാസം ആർക്കനുകൂലമാണ്? ശരിയാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് നമുക്കറിയാം. പണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ആരാണോ ഉത്തർപ്രദേശ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് അവർക്ക് ദേശീയ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉത്തർപ്രദേശില് നമ്മൾ കണ്ടുവരുന്നത് അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ തന്നെയാണ് പ്രധാനപ്പെട്ട പാർട്ടികളെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനവിടെ പുതുതായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജാതി സമവാക്യങ്ങള്, മതപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി പ്രതിഫലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും സ്ഥിതി അതിൽ നിന്ന് വ്യത്യസ്തമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളം രൂഢമൂലമാണ് അവിടെ ഈ ജാതി സമവാക്യങ്ങളും ജാതി സ്വാധീനങ്ങളും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ദൂരെ ഇരുന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഉത്തർപ്രദേശില് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് വിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു വികാരം മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രകടമാകുന്നത് പോലെ അത്ര കണ്ട് പ്രകടമല്ല എന്ന് തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ വരുത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിവിടെ നടത്തിയിട്ടുള്ള ചില സർവേകളിലും ഒക്കെ തന്നെ വ്യക്തമായി നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ ഓരോ സംസ്ഥാനത്ത് നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ, പ്രതിഷേധങ്ങളും ഒക്കെ കാണുമ്പോൾ അതിൽ നിന്നാണല്ലോ ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം എത്രമാത്രം ശക്തമാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് വിരുദ്ധ വികാരം പ്രകടമായി നമുക്കങ്ങനെ അവിടെ കാണാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ ഒരു നേട്ടം, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരായി വ്യാപകമായി ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഏതാണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയും അതുവഴി നരേന്ദ്രമോദി നടത്തിയ പ്രചണ്ഡമായ പ്രചരണം അത് ഇന്ത്യ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനം അവർക്ക് ഉത്തർപ്രദേശാണ്. അവിടുത്തെ 80 ലോക്സഭാ മണ്ഡലങ്ങളിലും 80 രഥങ്ങൾ ഉരുട്ടിക്കൊണ്ടാണ് അവിടെ ഇങ്ങനെ 71ഓളം സീറ്റുകളിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് BJPക്ക് വളരാൻ കഴിഞ്ഞത്. പക്ഷെ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJPക്ക് അടിപതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നേരത്തെ പാർലമെന്റിൽ നടത്തിയ ഒരു വിജയ തേരോട്ടം തുടർന്നു കൊണ്ടുപോകുവാൻ BJPക്ക് അവിടെ കഴിയാതെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങളിലും ശ്രീ അഖിലേഷ് യാദവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ പുതിയ നീക്കം, അത് ചെറുപ്പക്കാരിടയിൽ ഏതാണ്ട് 60% 35 വയസ്സിന് താഴെയുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, ഒരുപക്ഷെ യൂറോപ്പിലേക്കാളും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനം കൂടിയാണല്ലോ ഉത്തർപ്രദേശ്. 21 കോടിയോളമാണ് അവിടുത്തെ ജനസംഖ്യ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരുടെ വോട്ടുകൾ, ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുന്ന ചെറുപ്പക്കാരുടെ വോട്ടുകൾ, വികസനത്തിന് വേണ്ടി ചിന്തിക്കുന്ന ആളുകളുടെ വോട്ടുകൾ, ഇതൊക്കെ തന്നെ അഖിലേഷ് വിഭാഗത്തിന് കിട്ടുമെന്നുള്ളൊരു കണക്കൂട്ടലിലാണ് അഖിലേഷിനോടൊപ്പം തന്നെ മറ്റ് ജനാധിപത്യ മതേതര കക്ഷികളും കൂടി ചേരാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ ഒരു ചിത്രത്തിൽ
ഈ മതേതര സഖ്യത്തിന് ഒരു മുൻകൈ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്, അഥവാ അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. തീർച്ചയായും വി രാജേഷിലേക്ക്, BJP നേതാവ് ശ്രീ വി രാജേഷിലേക്ക്. വി രാജേഷ്, അങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പദയാത്ര നേരിട്ട് നടത്തിയ ഒരു മലയാളി എന്നുള്ള നിലയിൽ കൂടിയാണ് ശ്രീ ജി ദേവരാജനിലേക്ക് ആദ്യം പോയത്. വി രാജേഷ്, അതായത് ഒരു ചതുഷ്കോണ മത്സരമാണ് UP-യിൽ നടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ BJPക്ക് നേട്ടം കൊയ്യാനാകും എന്ന തരത്തിലുള്ള ചില സർവേകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലെത്തിയ സർവേകൾ സൂചിപ്പിക്കുന്നത് ഒരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവം വന്നാൽ അവിടെ BJPക്ക് വലിയ തിരിച്ചടി കിട്ടും എന്നതാണ്. എങ്ങനെയാണ് UP-യെ സംബന്ധിച്ച് മോദി vs അതേഴ്സ് എന്നതാണ് ഒരുപക്ഷെ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന UP-യിലെ മുദ്രാവാക്യം? രാജേഷ്, കേൾക്കാമോ? വോളിയം പോയി. അജിംഷാദ്, അവിടെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. മാത്രമല്ല ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അജിംഷാദ്. തീർച്ചയായും. എങ്കിൽ അത് ശരിയാകുന്നത് വരെ നമുക്ക് ഒന്ന് ശരിയാക്കാം. തീർച്ചയായും ആം ആദ്മി പാർട്ടി നേതാവ് ശ്രീ അരുൺ ജോസഫ് കൂടി നമ്മോടൊപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ ചേരുകയാണ്. അരുൺ, ഹലോ. ഒരുപക്ഷെ ഹലോ വി രാജേഷിലേക്ക് എത്താം. ആദ്യം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കട്ടെ. അരുൺ ജോസഫ്, അതായത് പഞ്ചാബിൽ ഒരുപക്ഷെ ദില്ലിക്ക് ശേഷം ഒരു പുതിയ പാർട്ടി എന്ന നിലയിൽ പല വിധങ്ങളിലുമുള്ള സമൂഹത്തിൻ്റെ പല സ്വാധീനങ്ങളെയും ക്രോഡീകരിക്കാൻ കഴിയുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ വിജയിച്ചു എന്നത് ദില്ലിയോടുകൂടി മുമ്പോട്ട് വെച്ചതാണ്. ഇവിടെ പഞ്ചാബിൽ, ഗോവയിലും ആം ആദ്മി പാർട്ടി വലിയ സ്വാധീനമായി എത്തിയിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം കൊണ്ട് BJP ഏതാണ്ട് മൂന്നാം തരത്തിലേക്ക് പോകും. കോൺഗ്രസും AAPയും തമ്മിലാണ് മത്സരം എന്ന് പോലും പറയുന്ന സർവേകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെക്കുന്ന മോദി വിരുദ്ധത ഒരുപക്ഷെ നേരിട്ട് മോദിക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുന്നത് പോലെ ഫൈറ്റ് ഒരുപക്ഷെ കോൺഗ്രസ് നടത്തുന്നില്ല എന്ന് തന്നെ പറയാം. പലരും ആ രീതിയിലും വിലയിരുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ തെരഞ്ഞെടുപ്പ് ആർക്കൊക്കെ മേൽ ആഘാതമുണ്ടാക്കാൻ AAPക്ക് കഴിയും? അതിൻ്റെ ശക്തിയെ നിങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെ കേരളത്തിൽ? ഇവിടെ പഞ്ചാബിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസും ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. BJP അവിടെ പഞ്ചാബിൽ തീർത്തും അപ്രസക്തമാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, BJPയുടെ അവിടുത്തെ പ്രസിഡന്റ് രാജിവെക്കാൻ വില്ലിങ് ആവുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തു വരുന്നു. നമുക്ക് പഞ്ചാബിലെ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്സുകൾ എന്ന് പറയുന്നത് BJP കാര്യമായ ഒരു എഫേർട്ട് പോലും ഇടുന്നില്ല. ശിരോമണി അകാലിദളിനെ വിട്ടുകൊടുത്തുകൊണ്ട് BJP അവിടെ വളരെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പഞ്ചാബിൽ വരുന്നത്. ഇപ്പോൾ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടിയുടെ ഗ്രൗണ്ട് വർക്കിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം 90-ന് മുകളിൽ സീറ്റ് ഗ്യാരണ്ടീഡ് ആയിട്ടും ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിൽ കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം ശക്തമായ ഒരു ആൻറ്റി ഇൻക്യുബൻസി ഫാക്ടർ പഞ്ചാബിൽ ഉണ്ട് എന്ന് മാത്രമല്ല, അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് ഇപ്പോൾ പഞ്ചാബിലുണ്ട് ആം ആദ്മി പാർട്ടിയുടെ രൂപത്തിൽ. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. പണ്ട് ഈ കോൺഗ്രസും ശിരോമണി അകാലിദളും മാറി മാറിയുള്ള ഭരണം മാത്രമായിരുന്നു. ഇപ്പം പഞ്ചാബിലെ ജനങ്ങൾ നോക്കുമ്പം ആം ആദ്മി പാർട്ടി എന്ന വിശ്വസനീയമായ ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ പറയുന്നത് ഒരു ചാൻസ് AAPക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് അവിടെ നിന്ന് ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന പൊതുവികാരം. അതുകൊണ്ട് പഞ്ചാബിൽ AAP വളരെ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. കാരണം പഞ്ചാബിലും ഗോവയിലുമെല്ലാം കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളിലേക്കാണ് ആം ആദ്മി പാർട്ടി ഇടിച്ചു കയറിയിരിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഈ മോഡിയെ അരവിന്ദ് കെജ്രിവാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ബലത്തിൽ സംഭവിക്കുന്ന കാര്യം, ഇപ്പോൾ കറൻസി ഡിമോണിറ്റൈസേഷൻ വിഷയത്തിൽ അടക്കം ബലത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് മോഡിയെ ടാക്കിൾ ചെയ്യാൻ, അതിൽ മോഡിക്ക് ഒപ്പോസ് ചെയ്ത് നിൽക്കാൻ രാഹുൽ ഗാന്ധിക്കല്ല അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമാണ് ശേഷി എന്നുള്ള ഒരു വികാരമാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഈ സഹാര ബിർള കേസിലെ ഇഷ്യൂ അടക്കം ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം അരവിന്ദ് കെജ്രിവാൾ ഡൽഹി അസംബ്ലിയിൽ അവതരിപ്പിച്ചിട്ട് ഏതാനും ആഴ്ചകൾക്ക് ശേഷം മാത്രമാണ് രാഹുൽ ഗാന്ധി ബോംബ് പൊട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം ദേശീയ രാഷ്ട്രീയത്തിലും ഇങ്ങ് കേരളത്തിലൊക്കെ ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രതിഫലനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സെക്യുലർ വോട്ടുകൾ, ഇന്ത്യയിലെ ഒരു ലെഫ്റ്റ് ലിബറൽ സെക്യുലർ കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്ന ആളുകൾ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തോടു കൂടി
കോൺഗ്രസ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ അപ്രത്യക്ഷമാവുന്ന ഒരു പ്രതിഭാസമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് പഞ്ചാബിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നെറുകേട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും AIP പഞ്ചാബിൽ ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ് BJPയുടെ ആഗ്രഹം. കാരണം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും മാനേജ് ചെയ്യാൻ BJPക്ക് നരേന്ദ്രമോദിക്കും അറിയാം. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും മാനേജ് ചെയ്യാൻ അവർക്കറിയില്ല. കാരണം അവർക്ക് അതിനുള്ള ഒരു കീഴ്വഴക്കമില്ല, പ്രസിഡന്റ് ഇല്ല. എന്ത് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുക അരവിന്ദ് കെജ്രിവാളിനെയും? അഴിമതി ആരോപണമില്ല, ആ കൂടി 4 വർഷത്തെ പാരമ്പര്യം ഉള്ള പാർട്ടി. അപ്പോൾ ഈ പാർട്ടിയെ എന്ത് ചരിത്രം പറഞ്ഞ് താറടിക്കും? അപ്പോൾ എന്തുകൊണ്ടും BJP നോക്കുമ്പോൾ കോൺഗ്രസ് പഞ്ചാബിൽ ജയിച്ചാൽ കുഴപ്പമില്ല, ജയിച്ചു വരട്ടെ. കാരണം അങ്ങനെ വന്നാൽ അരവിന്ദ് കെജ്രിവാളിനെ തളയ്ക്കാൻ പറ്റും. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരും എന്ന് മാത്രമല്ല, ചരിത്രമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ ചരിത്രമില്ലാത്ത പാർട്ടിയാണ് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ അവർക്ക് സാധ്യതയുണ്ട്. കാരണം ചരിത്രത്തിന്റെ പേരിലാണ് ഒരുപക്ഷെ BJP കൂടുതലും കാര്യങ്ങൾ. ഇല്ല, അല്ല, അത് നമുക്ക് ചരിത്രമില്ല എന്ന് ഞാൻ പറഞ്ഞത് അഴിമതിയുടെ ചരിത്രമില്ല. ഇപ്പൊ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ കോൺഗ്രസ് ആദ്യം ഭരണത്തിൽ കയറി അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള അഴിമതി കഥകളുടെ ഒരു ഘോഷയാത്ര തന്നെ ആർക്കും കോട്ട് ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. വി രാജേഷ്, ഇങ്ങനെയാണ് നിങ്ങൾ നേരിടേണ്ട ശത്രുക്കളുടെ മുഖവും സ്വഭാവവും നിറവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ BJP ഒറ്റയ്ക്ക് നിന്ന് ശത്രുപാളയത്തിലെ അർജുനനെ പോലെ നിന്ന് പോരാടാനുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായി എടുക്കാം. പക്ഷേ ഫലത്തിൽ അതുണ്ടാക്കുന്ന ചില നെഗറ്റീവ് ആംഗിളുകളുണ്ട്. ഉദാഹരണത്തിന് UPയിൽ ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചു വന്നത്, അതായത് UPയിൽ ഇങ്ങനെ ഒരു ചതുഷ്കോണ മത്സരമാണെങ്കിൽ പല സാധ്യതകളും നിങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ത്രികോണ സ്വഭാവത്തിലേക്ക് എത്തുന്നു. നോക്കൂ, BJP, സമാജ്വാദി പാർട്ടി, പിന്നിപ്പോൾ RLD, രാഷ്ട്രീയ ലോക്ദൾ അടക്കമുള്ളവരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ലാലു പ്രസാദ് യാദവും തൃണമൂൽ കോൺഗ്രസും ഒരുപക്ഷെ അവിടെ വലിയ സ്വാധീനമല്ലേലും അത് ഉണ്ടാക്കാവുന്ന ചില സാമുദായികമായ പിൻബലം ഒരുപക്ഷെ ഈ മുന്നണിക്ക് കൂടുതലാണ്. ഈ രീതിയിലൊക്കെ വിലയിരുത്തപ്പെടുമ്പോൾ BJP നന്നായി വിയർക്കും. ലോക്സഭയിലെ ഒരു കോൺഫിഡൻസും അവിടെ വേണ്ട എന്നതാണ്. മോഡിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്, ഈ മറ്റുള്ളവർ എതിരെ എന്ന രീതിയിലാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. അങ്ങനെ UPയിലേക്ക് അജിംഷാദ്, അല്ല, വിയർക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. 2014 BJP നന്നായിട്ട് വിയർത്ത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത്. ഇപ്പോഴും വിയർക്കാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും. വെല്ലുവിളികളുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഗോവയായാലും പഞ്ചാബായാലും UP ആയാലും വെല്ലുവിളികളുണ്ട്. പക്ഷേ ആ വെല്ലുവിളികളെ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഗവേഷണം നടത്തിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഒരു കാര്യം ഈ ചർച്ചയിൽ ഞാൻ പറയുന്നു, ഉത്തർപ്രദേശിലും ഗോവയിലും BJP വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പഞ്ചാബിൽ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. UPയിൽ BJP ഭരണത്തിലെത്തും, ഗോവയിൽ BJP ഭരണത്തിലെത്തും, പഞ്ചാബിൽ ഭരണത്തിലെത്താൻ വേണ്ടി ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത വരാൻ പോകുന്ന ദിവസങ്ങളിൽ പാർട്ടി ചെയ്യും. ഇവിടെ ശ്രീ ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ ദേവരാജൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ കൗതുകത്തോടെ കേൾക്കുന്നത്. അതായത് BJP ഭരിക്കുന്ന ഗോവയിലും അല്ലെങ്കിൽ പഞ്ചാബിലും, ഞങ്ങളുടെ സഖ്യകക്ഷിയുള്ള പഞ്ചാബിലും ആൻറ്റി എൻകംബൻസി ഫാക്ടർ ഉണ്ട്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരായി ഒരു വികാരമുണ്ട്. എന്നാൽ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ ഭരണത്തിനെതിരായി അത്തരത്തിലൊരു വികാരമില്ല. ആ കണ്ടുപിടുത്തം വളരെ രസകരമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ എതിർവികാരമുണ്ടാകും, SP ഭരിക്കുന്ന സംസ്ഥാനത്ത് എതിർവികാരം ഇല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ തന്നെ അദ്ദേഹം പറയുന്ന വാദങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന് സാധൂകരിക്കുന്നു. ഞാൻ പറയുന്നത്, ഉത്തർപ്രദേശ് നമ്മളെടുത്ത് ചർച്ച ചെയ്താൽ 2012 മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവിടെ ജാതി രാഷ്ട്രീയവും ഒരു കൊയലേഷൻ പൊളിറ്റിക്സാണ് വർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ 2012 ശേഷം അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ അജിംഷാദിനും ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്നത് അവിടെ കറക്റ്റായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ, രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി വോട്ടുകൾ ധ്രുവീകരിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. BJP ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് ജാതി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. BJP തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് വികസനത്തിന് വേണ്ടിയാണ്. 2014 ഞങ്ങൾ വോട്ട് ചോദിച്ചതുപോലെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു മാതൃകയായി ഞങ്ങൾ മുൻപിലോട്ട് വയ്ക്കുമ്പോൾ ഒരിക്കലും SP സമാജ്വാദി പാർട്ടിയുടെ പിളർപ്പിലല്ല ഞങ്ങളുടെ പ്രതീക്ഷ, മറിച്ച് ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ഒരു പോസിറ്റീവ് രാഷ്ട്രീയമുണ്ട്. ആ പോസിറ്റീവ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധിക്കും എന്നുള്ള നല്ല വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിൽ BJPയും BJPയുടെ സഖ്യകക്ഷിയുമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചില ഭരണവിരുദ്ധ വികാരങ്ങൾ ചില സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ അത് പരിഹരിക്കുവാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുന്നുണ്ട്.
ഇനി ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി ആയിക്കൊണ്ട് സമാജ്വാദി പാർട്ടി കൂടി വന്നു കഴിഞ്ഞാൽ ഏതു തരത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് നടന്ന കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയും CBI ഉപയോഗിച്ചുകൊണ്ട് ഘടകകക്ഷി നേതാക്കന്മാരെ ജയിലിലാക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് മുലായം സിംഗ് യാദവ് പറഞ്ഞത് ആ കക്ഷികളൊക്കെ തന്നെ BJPയെയും വികസനത്തെയും പരാജയപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് ചേരുന്നു എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയും. ഇനി അഖിലേഷ് യാദവിൻ്റെ ഒരു യങ്സ്റ്ററുടെ ഫേസാണ് മുൻപിലേക്ക് വയ്ക്കുന്നതെങ്കിൽ ഇതേ യങ്സ്റ്ററുടെ കീഴിലാണ് 58% മന്ത്രിമാരും 12ഓളം ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ വൻ അഴിമതിയുണ്ട്. അത് തരണം ചെയ്യാനുള്ള ഒരു മാർഗമെന്നുള്ള നിലയ്ക്കാണ് ഒരു നാടകമാണോ അച്ഛനും മകനും തമ്മിലുള്ള ഈ പോര് എന്ന് പോലും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്ന സാഹചര്യം ഉത്തർപ്രദേശിലുണ്ട്. എന്തുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ UPയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അച്ഛനും മകനും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നാടകം അതിൻ്റെ പിന്നാലെ മീഡിയാസൊക്കെ പോയപ്പോഴേക്കും സ്വാഭാവികമായിട്ടും മാധ്യമരംഗത്ത് അവിടുത്തെ അഴിമതി കഥകൾ, അവിടുത്തെ ക്രിമിനൽ വൽക്കരണം ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ജനമനസ്സുകളിലുണ്ട്. അത് തരണം ചെയ്യാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. നരേന്ദ്രമോദിജി കഴിഞ്ഞ ദിവസം അവിടെ റാലിയിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള രാഷ്ട്രീയ പ്രചരണ പരിപാടികളിൽ വെച്ച് ഏറ്റവും വലിയ പരിപാടിയാണ്, ഏറ്റവും ജനപങ്കാളിത്തമുള്ള പരിപാടിയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതെന്ന്. അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ വി ആർ ഫുള്ളി കോൺഫിഡൻറ്റ് ഞങ്ങൾക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധിക്കും. തീർച്ചയായും വി രാജേഷ് തന്നെ ചോദ്യവും ഉത്തരവും പറഞ്ഞു. ആദ്യം എന്തുകൊണ്ടാണ് ശ്രീ ദേവരാജൻ പറഞ്ഞത് ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്തുകൊണ്ട് BJP ഭരിക്കാത്തിടത്ത് അല്ലെങ്കിൽ UPയിൽ ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ ഉദാഹരണം താങ്കൾ തന്നെ പറഞ്ഞു. അത്തരത്തിലൊരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ പോലും അതുണ്ടാക്കിയവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് അവിടെ UPയിലെ പ്രശ്നം. അതിൻ്റെ ചോദ്യവും ഉത്തരവും വി രാജേഷ് തന്നെ പറഞ്ഞു. ശ്രീ BRM ഷഫീർ, ഒരു പക്ഷേ കോൺഗ്രസ് ശരിയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരം ഉണ്ടായാൽ ഒരുപക്ഷെ BJP വിയർക്കേണ്ടി വരും എന്ന കാര്യങ്ങളൊക്കെ ശരിയായി അവിടെ നിൽക്കുമ്പോൾ കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായി അല്ലെങ്കിൽ അഖിലേഷ് യാദവുമായി കുറെ കൂടി ശരി അതാണ് അങ്ങനെ യോജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഗുലാം നബി ആസാദ് പറഞ്ഞു, ഷീലാ ദീക്ഷിത് പിന്മാറിയിരിക്കുന്നു. ഒരുപക്ഷെ കോൺഗ്രസിലെ അണികളുടെ ഇടയിൽ വലിയ വിയോജിപ്പ് ആ വിഷയത്തിലുണ്ട്. ഇതൊക്കെ അങ്ങ് വോട്ടാക്കി മാറ്റാം, ഇതൊക്കെ സ്മൂത്ത് വേയിൽ അങ്ങ് പോകും എന്ന് ധരിക്കേണ്ടതില്ല. നോക്കൂ, ഗോവയിൽ നിങ്ങൾക്ക് 40 എടുത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് ഇവിടുത്തെ KC വേണുഗോപാൽ അടക്കമുള്ള സമിതി തീരുമാനിച്ചു. അത് സോണിയാഗാന്ധി പറഞ്ഞുവിട്ട സമിതിക്ക് തീരുമാനിക്കാമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനാകുന്നില്ല എന്നത് ഈ തന്ത്രത്തിൻ്റെ മടവിൽ നിങ്ങളുടെ സംഘടനാ പ്രശ്നങ്ങൾ കൂടി മറയ്ക്കാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് കോൺഗ്രസിന് തിരിച്ചടി കിട്ടും. BJP മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി തന്നെ നാഷണൽ പൊളിറ്റിക്സിൽ ഒരു വലിയ ഡൈവർഷൻ ഉണ്ടാവാൻ പോവുകയാണ്. എന്തെന്നറിയോ, ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം നരേന്ദ്രമോദി ഫാക്ടർ, BJPയിലെ രാജേഷിനെ പോലുള്ള വക്താക്കന്മാർ എന്ത് തന്നെ പറഞ്ഞാലും നരേന്ദ്രമോദി ഫാക്ടറിൻ്റെ ഒരു ഫാക്ടർ ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. രാജ്യത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണല്ലോ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. 3 സീറ്റേ BJP കിട്ടിയുള്ളൂ. അതിനുശേഷമാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. ബീഹാറിൽ കോൺഗ്രസും RJDയും JDUവും കൂടി നടത്തിയ മഹാസഖ്യത്തെ അതിശക്തമായ രീതിയിൽ BJPയെ അടിച്ചു മാറ്റിക്കൊണ്ട് അവിടെ മഹാസഖ്യം വീണ്ടും അധികാരത്തിൽ വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ബീഹാറിൽ 40-ൽ പരം റാലിയിൽ നേരിട്ട് വന്ന് പ്രസംഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാതെ നേരിട്ട് പ്രചരണം നടത്തിയിട്ട് പോലും നരേന്ദ്രമോദിക്ക് അവിടെ പരാജയപ്പെട്ടു. അതുകൊണ്ട് നരേന്ദ്രമോദി ഫാക്ടർ ഇന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതൊക്കെ പറയുന്നത് ഒരു തികച്ചും ഉൾക്കൊള്ളുന്ന കാര്യമല്ല. 1. 2, ഞങ്ങൾ ഇന്നിതിനെ കാണുന്നത് അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ അതിനകത്ത് ശിവപാൽ യാദവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും മുലായം സിംഗ് യാദവിൻ്റെയും ഒക്കെ ചേർന്നുള്ള ഒരു ഗുണ്ടാ രാജിനെതിരായി അഖിലേഷ് യാദവിനെ പോലുള്ള യങ് ജനറേഷൻ ലീഡർഷിപ്പ് നടത്തിയ കലാപം അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോയി. പിന്നീട് സൈക്കിൾ ചിഹ്നം കിട്ടി. UPയിൽ അത് 2ആയി മാറി. അത് ഒരുപക്ഷെ നാടകമായിട്ടൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താം. പക്ഷേ എന്തായാലും ശരി, അഖിലേഷ് യാദവ് എന്ന് പറയുന്ന യങ് ജനറേഷൻ ലീഡർഷിപ്പ് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാക്കുമ്പോൾ അവിടെ 10% കൂടുതൽ വോട്ടുള്ള, എന്തുകൊണ്ടാണ് 10% എന്ന് പറഞ്ഞാൽ 992-ലെ മനുവാദത്തിന് അനുകൂലമായ ഒരു സമീപനവും മണ്ഡൽ കമ്മീഷൻ അനുകൂലമായിട്ട് ജാതി പോളറൈസേഷൻ കൊണ്ട് ജാതി ഇക്വേഷനുകൾ തീരുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഖാപ്പ് പഞ്ചായത്തുകൾ തീരുമാനിക്കുന്ന തലത്തിലേക്ക് UP രാഷ്ട്രീയം മാറിയപ്പോൾ അവിടെ കോൺഗ്രസ് ക്ഷീണിച്ചിട്ടുണ്ട്. സത്യമാണ്. അവിടെ ഇപ്പോഴും 10% വോട്ടുകൾ നമുക്കുണ്ട്. ആ 10% കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും മറ്റുള്ള പാർട്ടികളും 4ആയി മത്സരിച്ചപ്പോൾ പോലും BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് 10%-നകത്തുള്ള ഭൂരിപക്ഷമേ കിട്ടിയുള്ളൂ. കോൺഗ്രസിൻ്റെ 10% കൂടി വരുമ്പോൾ ഞങ്ങൾ നിശ്ചയമായും കാണുന്നു അവിടെ SP കോൺഗ്രസ് അലയൻസ് വീണ്ടും അധികാരത്തിൽ വരും. അഥവാ കോൺഗ്രസിനെ കൂടി മുമ്പ് നിർത്തിക്കൊണ്ട് അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. 2,
AAP കുറിച്ചെല്ലാം നമ്മുടെ സഹോദരൻ ഇവിടെ പറഞ്ഞു. ആ സഹോദരൻ്റെത് ഒരു അതിശയോക്തി ഇവിടെ കാര്യമില്ല. അവിടെ AAP പഞ്ചാബിൽ അവിടെ അധികാരത്തിലൊന്നും വരാൻ പോകുന്നില്ല സഹോദര. അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ അഴിമതിക്കെതിരായിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞു, AAP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വ്യക്തി കേന്ദ്രീകൃത പ്രസ്ഥാനമാണ്. ആ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളെ, ഡൽഹിയിലെ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള ആളുകളെ ആ പാർട്ടിയിൽ നിന്ന് അടിച്ചു മാറ്റി, ചിന്തിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും പ്രസംഗിക്കുന്നവരെയും മാറ്റി ഏകാധിപത്യ ശൈലിയിൽ അരവിന്ദ് കെജ്രിവാൾ മാറിയതിന്റെ ലക്ഷണങ്ങൾ ഡൽഹിയിൽ അതിനുശേഷം നിങ്ങൾ പറഞ്ഞല്ലോ തോമർ രാജിവെച്ചു, നിങ്ങളുടെ മന്ത്രിയാ രാജിവെച്ചു. എന്തിനാ രാജിവെച്ചത്? നിങ്ങളുടെ അവിടുത്തെ സെയ്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി രാജിവെച്ചു. ഭാരതി എന്ന് പറയുന്ന നിങ്ങളുടെ മിനിസ്റ്റർ ആദിവാസി അവിടുത്തെ ആഫ്രിക്കൻ കോളനിയിൽ കയറി മയക്കുമരുന്ന് പിടിക്കാനെന്ന് വേണ്ടി പോയി അവിടെ കലാപമുണ്ടാക്കി രാജിവെച്ചു. നിങ്ങളുടെ ആം ആദ്മി പാർട്ടിയുടെ MLA 354 ഒഫൻസിൽ പെട്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ മയക്കുമരുന്ന് ലോബികളുമായിട്ടുള്ള ബന്ധവും ഒക്കെ കൂടി ആകെ കൂടി ശിഥിലമായി നിൽക്കുകയാണ് AAP. പഞ്ചാബിൽ അതൊരു ശക്തിയല്ല. ഇനി ഞാൻ പഞ്ചാബിലെ കാര്യം പറയാം. പഞ്ചാബിൽ ഇന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിജയ് സാങ്കളെ രാവിലെ രാജിവെക്കുന്നു, ഉച്ചയ്ക്ക് ശേഷം രാജി പിൻവലിക്കുന്നു. അവിടെ അകാലിദളിൻ്റെയും പഞ്ചാബിലെ രാഷ്ട്രീയ പ്രസ്ഥാനം രണ്ടാമത്തെ കക്ഷിയായിട്ട് ഇപ്പോൾ നിൽക്കുന്ന BJPയുടെയും 10 കൊല്ലക്കാലത്തെ ഭരണത്തിനെതിരായി ഒരു വലിയ മുന്നേറ്റം നടക്കുന്നുണ്ട്. ഈ AAP ചെയ്യുന്നത് സംഘപരിവാറിനെയും BJPയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. AAP ഞാൻ ആലോചിക്കാം, ഗോവയിൽ ഞങ്ങൾ കോൺഗ്രസ് BJPയും നേരിട്ട് മത്സരിക്കുന്നു, ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നില്ല. ഞങ്ങൾ മണിപ്പൂരിൽ മത്സരിക്കുന്നു, BJPയും കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്നു, അവിടെ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നില്ല. എന്നാൽ ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നു, ഞങ്ങളും SP അലയൻസുമായിട്ട് ചേർന്നുകൊണ്ട് BJPയെ നേരിടുന്നു, അവിടെ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നില്ല. എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറയുന്ന പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ഈ വിശകലനത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ആം ആദ്മി പാർട്ടി BJPയെ സഹായിച്ച് വോട്ട് സ്പ്ലിറ്റ് ആക്കാൻ ശ്രമിക്കുന്നു ഒരു ഭാഗത്ത്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ മതേതര പ്രതിച്ഛായ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഒന്ന്. 2, UPയിലെ കാര്യം ഞാൻ തിരിച്ചു മടങ്ങാം. UPയിൽ നിശ്ചയമായിട്ടും പറഞ്ഞു തീർച്ചയായും സമയപരിമിതി ഉള്ളതുകൊണ്ട്, നാലെണ്ണയുടെ ചട്ടി പൊട്ടിയാലും വേണ്ടിയില്ല അപ്പൂപ്പന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കോൺഗ്രസ് കോൺഫിഡന്റ് ആണ് പഞ്ചാബിൽ എന്ന് മാത്രമാണ് ഷബീർ. ഞാനിപ്പോഴും പറയാമല്ലോ, പഞ്ചാബിൽ അധികാരത്തിൽ വരും, പഞ്ചാബിലും ഗോവയിലും അധികാരത്തിൽ വരും. ഉത്തരാഖണ്ഡിൽ ഞാൻ ഇപ്പോഴും പറയാം, ഉത്തരാഖണ്ഡിൽ ചെറിയ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉള്ളതായിട്ട് അവിടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. തീർച്ചയായും ഇടവേള. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ദേവരാജൻ, അതായത് ഇത്തരത്തിലൊരു ബീഹാർ മോഡലാണ് UPയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതൊരു പക്ഷേ നരേന്ദ്രമോദിയാണല്ലോ അവിടെ എല്ലാമായി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്കും BJPക്കുമുള്ള വലിയ അടി UPയിൽ ആ രീതിയിൽ ഉണ്ടാക്കാനാകുമെന്ന ചില വിലയിരുത്തലുകളുണ്ട്. പക്ഷേ അവിടെ അതിനെ ചില കാര്യങ്ങൾ, ഈ SP-യിലെ പിളർപ്പ്, അഴിമതി വിരുദ്ധമായ പ്രതിച്ഛായ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല എങ്കിൽ പോലും അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ BJPയുടെ മിഷണറി ശ്രദ്ധിക്കുമെന്നുള്ള കാര്യം, പിന്നീട് മായാവതിയുടെ ദളിത് വോട്ടുകൾ, ഒരുപക്ഷെ 19% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളെയാണ് ഇതൊക്കെ ആശ്രയിക്കുന്നത്, 39% വരുന്ന പിന്നോക്ക വോട്ടുകളെ ആശ്രയിക്കുന്നുണ്ട്. ഇതൊക്കെ കണക്കുകൾ ശരിയാണെങ്കിലും ദളിതർ ഒരു വലിയ വിഷയമായി മായാവതിക്കൊപ്പം നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സമവാക്യങ്ങൾ മാറിമറിയാനും അതൊക്കെ കൃത്യമായി ഉപയോഗിക്കാനും BJPക്ക് ഒരു പക്ഷേ ആകും, ലോക്സഭയിലെ പോലെ. അല്ല, BJP അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർലൂ ആയി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്റ്റീജ് മത്സരമായി തന്നെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അവിടെ ക്യാമ്പയിനുകൾ നടക്കുന്നത്. അവിടെ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാനോ അവിടെ മറ്റേതെങ്കിലും BJP നേതാക്കന്മാരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പല്ലല്ലോ അവരോട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് അവിടെ എല്ലാ പ്രധാനപ്പെട്ട റാലികളിൽ അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ, അതുപോലെ തന്നെ കോൺഗ്രസിനെതിരായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. മാത്രവുമല്ല, ഈ കറൻസി പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് ശ്രീ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രസംഗങ്ങൾ ഒക്കെ തന്നെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ ദേശാഭിമാന ബോധം ഉണ്ടാക്കണം, ക്യാഷ്ലെസ് എക്കോണമി എന്നൊക്കെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു. പറഞ്ഞത് മുഴുവൻ ഉത്തർപ്രദേശിലാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ BJP വളരെ പ്രാധാന്യത്തോടെ തെരഞ്ഞെടുപ്പിനെ കാണുന്നുമുണ്ട്.
പക്ഷെ ഇവിടെ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ജാതി സമവാക്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. വളരെ ശരിയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനം, അതോടൊപ്പം തന്നെ മായാവതിയുടെ BSPക്ക് ഏതാണ്ട് 20% വോട്ടുകൾ, അത് നമ്മുടെ ഈ കേരളത്തിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിന് വോട്ടുകളുണ്ട് എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് മായാവതിക്ക് അവിടെ ഉള്ളത്. അവർ തോക്കുമ്പോൾ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20% വോട്ട് കിട്ടിയിട്ടും ഒരു MP പോലും അവർക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു വോട്ട് അവർക്ക് ഇപ്പോഴും അവിടെ കിട്ടാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. പിന്നെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഏതെങ്കിലും വോട്ടുകൾ ശ്രീമതി മായാവതിക്ക് കിട്ടുമോ എന്നുള്ളതാണ് അടുത്ത ഒരു അന്വേഷണം നമ്മൾ നടത്തേണ്ടത്. അത് അവരുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ചിത്രവും പുറത്തു വരുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഓരോ സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥി പ്രതിനിധാനം ചെയ്യുന്ന ജാതി, എത്ര സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ പറഞ്ഞാലും അതൊരു വളരെ ഒരു യാഥാർത്ഥ്യമായി ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് ജാതി ഏതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് സീറ്റ് കൊടുക്കുന്നത്, അതുകൊണ്ട് മറ്റ് വിഭാഗങ്ങൾ ആ സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഒരു 20% അവരുടെ സ്ഥിരം വോട്ട് ബാങ്കിൽ നിന്ന് പുറത്ത് എത്രമാത്രം വോട്ടുകൾ മായാവതിക്ക് പിടിക്കുവാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി അവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ട്, നിർണായകമാകാൻ സാധ്യതയുള്ളത് പല ജില്ലകളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മുസ്ലിം വോട്ടുകളാണ്. നിശ്ചയമായിട്ടും ആ മുസ്ലിം വോട്ടുകൾ ഉത്തർപ്രദേശിലെ നിർണായക ശക്തി തന്നെയാണ്. അത് ഇത്തവണ അവിടെ വരാൻ പോകുന്നത് ഏത് പാർട്ടിയെ എന്നുള്ളതല്ല, ഏത് സ്ഥാനാർത്ഥിക്കാണ് അവിടെ BJPയെ തോൽപ്പിക്കാൻ കഴിയുക, ആ സ്ഥാനാർത്ഥിയിലേക്ക് മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതൊരു പൊതുവികാരമായി ഉത്തർപ്രദേശ് വളർന്നു വരുന്നുണ്ട്. അത് മുഹമ്മദ് അഖ്ലാഖിന്റെ വിഷയമായിരുന്നാലും ശരി, ഗോവധ നിരോധനമായിരുന്നാലും ശരി, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളിൽ നമുക്ക് അവിടെ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ വോട്ടുകളുടെ ഷിഫ്റ്റിംഗ് ഇപ്രാവശ്യം അങ്ങനെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അഖിലേഷിന് ഉള്ള ഒരു ഇമേജും മതേതര കക്ഷികളുടെ ഒരു കൂട്ടായ്മയോടെ ചേർന്ന് വന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനത്ത് വർഗീയ അല്ലെങ്കിൽ മതേതരത്തിനെതിരായി നിൽക്കുന്ന, മതേതര സങ്കല്പങ്ങൾക്കെതിരായി നിൽക്കുന്ന ശക്തികളോട് ചേർന്ന് നിൽക്കാൻ ഇത്തവണ ഉത്തർപ്രദേശിലെ ജനങ്ങൾ വിമുഖത കാണിച്ചേക്കാം. അത് നിശ്ചയമായിട്ടും ബീഹാർ മോഡലിൽ ഉത്തർപ്രദേശിൽ സഖ്യത്തിന് ജയിക്കുവാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും BV രാജേഷ് ചെറിയ തോതിലെങ്കിലും, കാരണം വോട്ടുകൾ വിഭജിച്ചു പോകുവാനുള്ള സാധ്യത വളരെ വ്യക്തമായി. BV രാജേഷ് അങ്ങനെയാണ്, കൃത്യമായി ആ സ്റ്റാറ്റിസ്റ്റിക്സ് വരച്ചു കാട്ടുകയാണ്. ഒരുപക്ഷെ IMFന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്ക് വന്നു. 7.6 എന്നത് പ്രതീക്ഷിച്ചതിൽ നിന്ന് 6.6 നമ്മുടെ വളർച്ചാ നിരക്കിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. ഇന്ന് ലോക സാമ്പത്തിക ഫോറത്തിന്റെ സമഗ്ര വികസന സൂചികയിൽ പട്ടിണിയായ പാകിസ്ഥാന്റെ അത്ര വളർച്ചാ നിരക്ക് നമുക്കില്ല. നമ്മൾ 60ലേക്ക് താന്നു. 79 രാജ്യമുള്ളതിൽ പാകിസ്ഥാന്റെ സ്ഥാനം ഇവിടെ 52ആണ്. ബ്രിക്സിലെ ബ്രസീലും റഷ്യയും ഒക്കെ നമുക്ക് മുകളിലാണ്. ഇങ്ങനെ വലിയ കണക്കുകൾ സാമ്പത്തികമായി ഭദ്രമായി അവിടെ ഉണ്ട്. 1. 2, ഈ ഡീമോണിറ്റൈസേഷൻ മൂലം ജനങ്ങൾ അനുഭവിച്ച ദുരിതം. 3, നേരത്തെ ശ്രീ ദേവരാജൻ സൂചിപ്പിച്ചതുപോലെ ഈ അഖിലാഖ് അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ, ബീഫ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ദളിതർക്ക് നേരെ നടത്തിയ അതിക്രമങ്ങൾ, ഇതിനൊക്കെ ഈ യോജിപ്പ് എന്നത് ഒരുപക്ഷെ വലിയ ഭീഷണിയാണ്. അവിടെ മോഡിയുടെ വലിയ പ്രസംഗമോ അല്ലെങ്കിൽ വൈകാരിക വിതുമ്പലുകൾക്കോ ഒന്നും ഒരു സ്ഥാനവുമില്ല. വസ്തുതാപരമായി കാര്യങ്ങളെ വിലയിരുത്തൂ രാജേഷ്. ജിംഷാദ്, ഞാൻ കുറച്ച് സമയം എടുക്കുവേ. അതായത് ഈ വളർച്ചാ നിരക്ക് പറഞ്ഞല്ലോ, നവംബർ 8 മുമ്പുള്ള വളർച്ചാ നിരക്ക് നിങ്ങൾക്കൊന്ന് പറയാമോ? മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന വളർച്ചാ നിരക്ക്, നരേന്ദ്രമോദിയുടെ ഭരണം 2 വർഷം പിന്നിട്ടപ്പോൾ ഉണ്ടായ വളർച്ചാ നിരക്ക്, ഡിമോണിറ്റൈസേഷന് ശേഷം നമ്മുടെ വളർച്ചാ നിരക്കിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ ബഡ്ജറ്റ് കഴിയുമ്പോഴേക്കും ആ വളർച്ചാ നിരക്കിൽ അഭൂതപൂർവമായ വളർച്ച ഉണ്ടാകും. വേറൊരു കാര്യം, ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളൊക്കെ തന്നെ വളർച്ചാ നിരക്കെടുത്ത് കയ്യിൽ വെച്ചിട്ടല്ല വോട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫലം അനുഭവിക്കുന്നുണ്ടല്ലോ. വളർച്ചാ നിരക്ക് അവരുടെ കയ്യിൽ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ആ കണക്കുകളല്ലോ. കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കളുടെ ചോദ്യത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് തന്നെ ഉത്തരം തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ അവരനുഭവിക്കുന്നത് കയ്യിലുണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഡിമോണിറ്റൈസേഷന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരുപാട് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, വാപിയിൽ നടന്നു, ഇവിടെ രാജസ്ഥാനിൽ നടന്നു, മധ്യപ്രദേശിൽ നടന്നു, മഹാരാഷ്ട്രയിൽ നടന്നു, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏതെങ്കിലും ഒരു സിറ്റിംഗ് സീറ്റ് പോയോ?
ഞങ്ങൾ മഹാരാഷ്ട്രയിൽ 50 വർഷം കോൺഗ്രസ് ഭരിച്ച മുനിസിപ്പാലിറ്റി ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡിമോണിറ്റൈസേഷൻ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണച്ചു എന്ന് വേണം അനുമാനിക്കാൻ വേണ്ടി. വേറൊരു കാര്യം, ഇവിടെ മുസ്ലിം വോട്ടിനെ കുറിച്ച് ശ്രീ ദേവരാജൻ, എനിക്ക് അദ്ദേഹത്തിൻ്റെ സൗണ്ട് എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിച്ചില്ല. ഞാൻ പറയുന്നു, മുലായം സിംഗ് യാദവ് പറയുന്നു അഖിലേഷ് മുസൽമാനെതിരാണെന്ന്, മായാവതി പറയുന്നു ഞങ്ങൾ മുസൽമാനോടൊപ്പമാണെന്ന്. ഉത്തർപ്രദേശിലെ മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഞങ്ങളെ വച്ച് വോട്ടിന് വേണ്ടി വിലപേശുവാനുള്ള ഒരു ഉപകരണങ്ങളായിട്ടാണ് ഞങ്ങളെയൊക്കെ ഇവർ കാണുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇത്രയും കാലം ലഭിക്കാതിരുന്ന നല്ലൊരു ശതമാനം മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് മറ്റു സമുദായങ്ങളോടൊപ്പം ഇപ്പോൾ ഉത്തർപ്രദേശിൽ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടെ BRM ഷഫീർ കുറേ കാര്യം, എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കോമഡി കഥാപാത്രമായതുകൊണ്ടായിരിക്കാം BRM ഷഫീർ കുറേ കോമഡികളാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി ഫാക്ടർ ഇല്ല, ഞാനും നരേന്ദ്രമോദി ഫാക്ടർ ഉണ്ടെന്ന് അവകാശപ്പെട്ടില്ല, വികസനത്തിൻ്റെ ഒരു തരംഗമുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ സമ്മതിക്കുന്നു നരേന്ദ്രമോദി ഫാക്ടർ ഇല്ല എന്ന് ഫോർ ആർഗ്യുമെൻറ്റ് സേക്ക് ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. മറ്റൊരു ഫാക്ടറുണ്ട്, രാഹുൽ ഫാക്ടർ ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഗോവയിലും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 10 കൊല്ലം ഭരണത്തിലിരുന്നിട്ട് പാർട്ടിയെ തകർച്ചയിലേക്ക് എത്തിച്ച, പാർട്ടിയെ ഇന്നും തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, പ്രതിസന്ധികളിൽ നിന്നും ഓടി ഒളിക്കുന്ന രാഹുൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇവിടെ ഉണ്ടാകണം. ആ ഫാക്ടർ അങ്ങനെ അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം, ഇപ്പോൾ ഷഫീർ പറഞ്ഞതാണ് മുലായം സിംഗിൻ്റെ ഗുണ്ടാരാഷ്ട്രീയത്തിനെതിരെ അഖിലേഷ് യാദവ് നിലപാടെടുത്തു. വളരെ രസകരമായ വ്യാഖ്യാനമാണ്. മുലായം സിംഗ് എന്ന് പറയുന്ന ആൾ ഗുണ്ടാരാഷ്ട്രീയം നടപ്പിലാക്കുന്നതെങ്കിൽ ആ ഗുണ്ടാരാഷ്ട്രീയത്തിൻ്റെ ശിഷ്യനായിട്ട് മകനായിട്ടാണ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായത്. അങ്ങനെ ഒരു ഗുണ്ടാരാഷ്ട്രീയത്തിൻ്റെ തണൽ വന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ കോൺഗ്രസുമായി ചേർന്നപ്പോഴേക്കും മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഇവിടെ ഷഫീർ ശ്രമിക്കുകയാണ്. അത് അങ്ങേയറ്റം തന്നെ പരിഹാസപാത്രമാണ്. വേറൊരു കാര്യം, ഗോവയിലെ കാര്യവും ഉത്തർപ്രദേശിൻ്റെ കാര്യവും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ നിമിഷം തന്നെ പറയാൻ സാധിക്കും BJPക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും. നമ്മുടെ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏറ്റവും കൂടുതൽ കെട്ടിവച്ച കാശ് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പതിറ്റാണ്ടുകളായി 5% വോട്ടാണ് 2014 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിട്ടിയത്. മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയുടെ കീഴിൽ, SP-യുടെ കീഴിൽ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടുന്ന ഒരു പിന്തുണക്കാരനായിട്ട് വെളിപ്പാടകലെ നിൽക്കാൻ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സാധിക്കുകയുള്ളൂ. അല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയുള്ള ഷഫീറാണ് ഭാരതീയ ജനതാ പാർട്ടിയെ BJPയെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുന്നത്. ശ്രീ വി വി രാജേഷ് നാളെ നാമനിർദ്ദേശ പത്രികയുടെ അവസാന തീയതിയാണെന്നിരിക്കെ പഞ്ചാബിലെ പ്രശ്നങ്ങളോ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇടഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം നിർദ്ദേശിച്ച പല പേരുകളും വെട്ടിയെന്നത് ശ്രീ വി രാജേഷ്. പഞ്ചാബിൽ അല്ല ഷഫീർ രണ്ടുപേരും പറഞ്ഞാൽ കേൾക്കാനാണ്. വി വി രാജേഷ് പറഞ്ഞോളൂ. ചോദ്യം എന്നോടാണ് ഷഫീർ. പഞ്ചാബിൽ ഞാൻ തുടക്കത്തിൽ തന്നെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണല്ലേ സംസാരിച്ചത്. പഞ്ചാബിൽ പാർട്ടി ഭരണത്തിലെത്താൻ വേണ്ടി ഇനിയും കുറേ ചർച്ചകളും കുറച്ച് പ്രവർത്തനം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഉൾപ്പെടെ കേരളത്തിൽ BJPയുടെ ചില മീറ്റിങ്ങുകളിൽ വരേണ്ടിയിരുന്ന നേതാക്കന്മാർ പഞ്ചാബിലും ഗോവയിലും ഉത്തർപ്രദേശിലുമാണ്. ഈ പ്രശ്നങ്ങൾ തീർച്ചയായും ഇന്ന് രാത്രി കൊണ്ട് പരിഹരിക്കും. ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ അത് മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ പഞ്ചാബിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഗോവയെ സംബന്ധിച്ച് ഞാൻ ഗോവയെ കൂടി ഒന്ന് പറഞ്ഞോട്ടെ. മനോഹർ പരീക്കർ ഗോവയിൽ നിന്നും അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയിലും ജനസമ്മതിയിലും ഉണ്ടായിരുന്ന നേരിയ ഇടിവ് BJP ഗോവയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ലക്ഷ്മികാന്ത് പർസേക്കറിന് ഇത്രയും കാലം കൊണ്ട് അത് ഏറെക്കുറെ തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു പക്ഷേ ഒരു 1% അല്ലെങ്കിൽ 1.5% വോട്ടിൻ്റെ ഒരു കുറവാണ് മുമ്പത്തേക്കാൾ. 45% വോട്ട് മുമ്പുണ്ടായിരുന്നു. ഒരു 1-1.5% വോട്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു പക്ഷേ അവിടെ കുറഞ്ഞേക്കും. എങ്കിൽ പോലും ഒരു 26 സീറ്റ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 25 സീറ്റിൽ അധികാരത്തിൽ വരും. ഈ 1.5% ഇന്ന് കുറവുണ്ടെന്ന് ഞാൻ പറയുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ മനോഹർ പരീക്കറിന്റെ യാത്രയിൽ കൂടി ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു 3% വർധനയിൽ വന്ന് കഴിഞ്ഞ തവണത്തെ 45%-ത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വോട്ട് ഷെയറിൽ ഞങ്ങൾക്ക് ഗോവയിലും അധികാരത്തിൽ വരാൻ സാധിക്കും. അവിടെ ഉത്തരാഖണ്ഡിൻ്റെ കാര്യം ആൻറ്റി എൻകംബൻസി ഫാക്ടർ ഉണ്ടെന്ന് BRM ഷഫീർ തന്നെ സമ്മതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് 2019 നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിരിക്കും. BJPയെ 2014 ഇങ്ങനെയൊക്കെ തന്നെയാണ് ദേവരാജൻ പറഞ്ഞത്, ഷഫീർ പറഞ്ഞത്, മാധ്യമങ്ങൾ പറഞ്ഞത്, AAP പറഞ്ഞത്. പക്ഷേ 2019 സെമി ഫൈനലായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എണ്ണിക്കഴിയുമ്പോഴേക്കും BJPക്ക് രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം കിട്ടുന്ന രാഷ്ട്രീയ തീർച്ചയായും ഷഫീർ താങ്കൾക്ക് മറുപടി ഉണ്ട്.
രാജേഷ് രാഹുൽ ഗാന്ധി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ രാജേഷിനുണ്ട്. രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് തീരുമാനിക്കേണ്ട, കാരണം അദ്ദേഹം ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനത്തിന്റെ ആളൊന്നും അല്ലല്ലോ, അദ്ദേഹം പ്രധാനമന്ത്രി അല്ലല്ലോ. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത് പോലെ ഒരു പാർട്ടിയുടെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെയോ വിമർശിക്കേണ്ട കാര്യമൊന്നും BJPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് നിങ്ങളുടെ അസഹിഷ്ണുതയുടെ ഭാഗമാണെന്നുള്ള കാര്യമാണ് ഒന്ന്. വൈസ് പ്രസിഡന്റ് മാത്രമല്ല രാഹുൽ ഗാന്ധി. ഇനി ഗോവയുടെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ 40 സീറ്റാണ് ഗോവയിൽ. രാജേഷിന് തന്നെ അറിയാം, അവിടെ മനോഹർ പരീക്കർ ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ സംഗതി കുഴഞ്ഞേനെ, ഞാൻ ഉറപ്പിച്ചു പറയാം. പക്ഷേ ആർക്ക് കുഴഞ്ഞേനെ? കോൺഗ്രസിന് ബുദ്ധിമുട്ടായനെ, ഞാൻ തുറന്നു പറയാ. പക്ഷേ ലക്ഷ്മികാന്ത് പർസേക്കറിനെതിരെ സുഭാഷ് വേലിങ്കറിന്റെ നേതൃത്വത്തിൽ, RSSന്റെ വിമത നേതാവ് സുഭാഷ് വേലിങ്കറിന്റെ നേതൃത്വത്തിൽ വലിയ കലാപം, അമിത്ഷാ വന്നിട്ട് പോലും അടിച്ചമർത്താൻ പറ്റാത്ത വലിയ കലാപം അവിടെയുണ്ട്. ഗോവയിലെ നിങ്ങളുടെ സഖ്യകക്ഷിയായ മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയുടെ അധ്യക്ഷൻ ദീപക് ദബാലികർ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ സഖ്യം പിരിയുകയാണ്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുക. RSSന്റെ വിഘടിത ഗ്രൂപ്പത്തെയും മഹാരാഷ്ട്ര ഗോതി MGPയെയും കൂടെ ചേർത്തുകൊണ്ട് ദവാലിക്കറിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായി മത്സരിക്കാൻ തീരുമാനിക്കവേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒന്ന് ഗോവയിലെ ആന്റി ഇൻകംബൻസി ഫാക്ടർ, രണ്ട് മനോഹർ പരീക്കറിന് അല്ല ലക്ഷ്മികാന്ത് പർസേക്കറിനെതിരായ ശക്തമായ ജനവികാരം, മൂന്ന് അവിടുത്തെ കമ്മ്യൂണൽ പോളറൈസേഷൻ, നാല് അതിനകത്ത് MGP എന്ന് പറയുന്നവരുടെ സഖ്യകക്ഷി വിട്ടുപോയത്. ഗോവ ഇപ്രാവശ്യം നിങ്ങൾ എഴുതി വെച്ചോ, കോൺഗ്രസിന്റെ കയ്യിലിരിക്കും. രണ്ട് മണിപ്പൂരിൽ സത്യത്തിൽ BJPയും കോൺഗ്രസും മാത്രം എഴുതി വെച്ചാൽ മതിയോ? പറയട്ടെ, ഓരോ നടലേ പറയാൻ പറ്റുള്ളൂ. മണിപ്പൂരിൽ ഇറോം ശർമിളയുമായിട്ട് ചേർന്നുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ്, യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തലജിയാണ് അവിടുത്തെ നിരീക്ഷകൻ. അവിടെ ഇറോം ശർമിളയുടെ പാർട്ടിയുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന ഫീഡിംഗ് അനുസരിച്ച് മണിപ്പൂർ നിലനിർത്തും. പഞ്ചാബിൽ രാജേഷ് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടി അവിടെ പുറകിലാണ്, ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ വരിയായിട്ട് കേരളത്തിൽ വരേണ്ട അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നേതാക്കന്മാർ പോയി കൺഫ്യൂഷൻ മാറ്റാൻ രാജേഷിന്റെ കയ്യിൽ കടലാസ് പേരുണ്ടല്ലോ. 117 സീറ്റുള്ള പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെയും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ നവജോത് സിംഗിന്റെയും നേതൃത്വത്തിൽ, നവജോത് സിംഗ് സിദ്ധുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നാണ്. അല്ല, 75 സീറ്റുകളുമായി എഴുതി വെച്ചോ, 117 സീറ്റിൽ 75 സീറ്റുകളുമായി കോൺഗ്രസ് അധികാരത്തിൽ വരും. അവിടെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയാകും. രണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ AAP ഞങ്ങളുടെ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മത്സരിക്കുന്നെങ്കിൽ പോലും 23ഓളം സീറ്റുകൾ അവിടെ കൃത്യമായിട്ട് തന്നെ AAP കിട്ടുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. ബാക്കി ഞാൻ ഇപ്പോഴും പറയുന്നു 20ഓ 22ഓ സീറ്റിലപ്പുറത്ത് രാജേഷേ, അവിടെ ഞാൻ പറയുന്ന യാഥാർത്ഥ്യം വെച്ചോ. 117 അംഗ സഭയിൽ 75 സീറ്റുമായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അധികാരത്തിൽ വരും. നിങ്ങളുടെ പാർട്ടി 3ാം സ്ഥാനത്താവും. അവിടെ AAP പ്രതിപക്ഷത്ത് വന്നാൽ സംശയിക്കേണ്ടതില്ല. ഇനി യുപിയിൽ കഴിഞ്ഞ ദിവസം വരെ അവിടെ BJP BSP കോൺഗ്രസ് ഇങ്ങനെ ചതുഷ്കോണ മത്സരം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ മുസഫർപൂർ കലാപത്തിലൂടെ, ദാദ്രി കലാപത്തിലൂടെ, അതിനകത്ത് കമ്മ്യൂണൽ പോളറൈസേഷനിലൂടെ, ഏറ്റവും അവസാനം നിങ്ങൾ പ്രയാഗിൽ നടത്താൻ പോകുന്ന രാഷ്ട്രീയ കുംഭമേള, നിങ്ങളുടെ കേന്ദ്ര സമിതിയോടെ കൂടാൻ പോവുക, അതിൻ്റെയൊക്കെ രാഷ്ട്രീയം ഉൾപ്പെടെ അവിടെ കാര്യങ്ങൾ തെളിഞ്ഞു വരും. സാക്ഷി മഹാരാജ് പറഞ്ഞതുപോലെ എല്ലാ മുസ്ലിങ്ങളും ഇവിടെ നിന്ന് വിട്ടുവെക്കോ, മുസ്ലിങ്ങളും ഇവിടെയുള്ള ആളുകളും ഉള്ളത് കൊണ്ടാണ്, അവർ പെറ്റുപെരുകുന്നത് കൊണ്ടാണ് ജനസംഖ്യ കൂടിയത് എന്നുള്ള ഉൾപ്പെടെയുള്ള കമന്റുകൾ ചർച്ചയിൽ ഇത്തരത്തിലുള്ള സാക്ഷി മഹാരാജ് നിങ്ങളുടെ MP അല്ലേ? പ്രാജി നിങ്ങളുടെ MP അല്ലേ? താങ്കളെ പോലുള്ള ഒരു വ്യക്തി മുസ്ലിം വോട്ട് സ്വീകരിക്കരുത്. രാജേഷേ, മുസ്ലിം വോട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നു, ദാദ്രി കലാപം, മുസഫർപൂർ കലാപം, പശുവിന്റെ വിഷയം, ദളിതന്മാരെ ചന്തിക്കടിച്ചുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഖ്യം അധികാരത്തിൽ വരും. ഞങ്ങളല്ലോ, കോൺഗ്രസ് അല്ലേ? കൽബുർഗിയുടെ കർണാടക ഭരിക്കുന്നത് നിങ്ങളല്ലേ, ഞങ്ങളല്ലോ. എന്റെ പൊന്നു സഹോദര, ദാദ്രി കലാപ കേസിൽ നിങ്ങളാണല്ലോ പ്രതി.
മുസാഫർ കലാപ കേസിലെ 69 കേസുകൾ എന്റെ ഭരിക്കുന്നത് നിങ്ങളുടെ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഭരിക്കുന്നത് മുസാഫർ നിങ്ങളുടെ കലാപത്തിൽ സഖ്യകക്ഷിയായിട്ടുള്ള നിങ്ങൾക്ക് പങ്കില്ലെന്ന് പറയാൻ സമാജ്വാദി പാർട്ടിയല്ലേ? പറ്റുമോ? ഞങ്ങളല്ലല്ലോ. കൂട്ടക്കൊലയിലും ലോ ആൻഡ് ഓർഡർ ഹാൻഡിൽ ചെയ്യുന്നവരാ. മുലായം യാദവിന്റെ മകനല്ലേ? ഉനയിൽ ദളിതന്മാരെ അടിച്ചതിൽ ഉനാ പ്രശ്നത്തിൽ ആരാ ചെയ്തത്? ദളിതരുടെ കേന്ദ്രങ്ങളിൽ BJP വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഒരു ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച ചെയ്തോ? ഉനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആരാ നടന്നത്? എന്റെ പൊന്ന് രാജേഷേ, നിങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച ചെയ്തോ? പക്ഷേ ഞാൻ പറയുന്നു, യുപിയിൽ ദളിത് വോട്ട് നിങ്ങൾക്ക് കിട്ടില്ല. യുപിയിൽ മുസ്ലിം ന്യൂനപക്ഷ പിന്നോക്ക വോട്ട് നിങ്ങൾക്ക് കിട്ടില്ല. യുപിയിൽ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക്, ഞാൻ പറയാം, കൊല്ലപ്പെട്ട ഉത്തർപ്രദേശിൽ ഭരിക്കുന്നവരാ സമാജ്വാദി പാർട്ടി. അവിടെ കോൺഗ്രസ് ഇല്ലല്ലോ. അവിടെ ഞാൻ പറയുന്നത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ആര് കലാപം ഉണ്ടാക്കുന്നുള്ളതല്ല വിഷയം. ആരോ ഭരിക്കട്ടെ, RSS ഉപയോഗിച്ചുകൊണ്ട് ഗോമാതയുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കലാപം ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ? കലാപകാരികൾ നിങ്ങളും ഭരണകർത്താക്കളും മറ്റുള്ളവരാണ്. ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അഖില കൊല്ലപ്പെട്ടത്. അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കാരണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു, ദാദ്രി കലാപം ഗുജറാത്തിൽ ചർച്ച ചെയ്യപ്പെടും. ഗുജറാത്തിലെ ഉനയിൽ നടന്ന സംഭവം ദളിത് വിഷയം നിശ്ചയമായും 28% വോട്ടുള്ള ദളിത് വോട്ടുള്ള യുപിയിൽ ചർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സൈനികരുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യപ്പെടും. നിങ്ങളുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭൂമി ചർച്ച ചെയ്യപ്പെടും. നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റില്ല. നിങ്ങളുടെ 3 കൊല്ലക്കാലത്തെ ഭരണവും നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഞാൻ ഇപ്പോഴും പറയാം, യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് മുലായം സിംഗ് യാദവിന്റെയും ശിവപാൽ യാദവിന്റെയും നേതൃത്വത്തിൽ ഗുണ്ടാരാജിനെതിരെ അഖിലേഷ് യാദവ് കലാപം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പുറത്തു വന്നു. കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് മത്സരിക്കും. അവിടെ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ നിശ്ചയമായിട്ടും UP കോൺഗ്രസ് മഹാസഖ്യം അഖിലേഷ് യാദവിന്റെ പിടിച്ചിരിക്കും. ഒരു സംശയം വേണ്ട. ഗുജറാത്ത് എഴുതി വെച്ചോ. നിങ്ങൾ പഞ്ചാബിൽ 3-ാം കക്ഷി അല്ലെ അജിം ഷാദെ, രാജേഷ് വേണമെങ്കിൽ പേപ്പർ എഴുതി വെച്ചോട്ടെ. പഞ്ചാബിൽ നിങ്ങൾക്ക് 17 സീറ്റ്. പഞ്ചാബിൽ നിങ്ങൾ 3-ാം കക്ഷി. മണിപ്പൂരിൽ നിങ്ങൾ പ്രതിപക്ഷം. ഗോവയിൽ നിങ്ങളുടെ സർക്കാർ പുറത്തു പോകും. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് തിരിച്ചു വരും. നിങ്ങളുടെ വാട്ടർലൂ സംഭവിക്കും. നിങ്ങൾക്ക് പോലും ആത്മവിശ്വാസമില്ല. തിരിച്ചു വരുന്നതിന് നിങ്ങൾ എന്തിനാ അഭിമാനിക്കുന്നത്? ഞാൻ ഒരു സംശയവും വേണ്ട. അഖിലേഷ് യാദവ് ഒരിടത്തും തിരിച്ചു വരില്ല. എന്റെ രാജേഷിനും അറിയാം ഗോവയിൽ കലാപമുണ്ടെന്ന്. രാജേഷ് അറിയാലോ. രാജേഷേ, നിങ്ങളുടെ RSSന്റെ വിവിധ നേതാവിനെതിരെ കലാപമില്ലേ? അവിടെ നിങ്ങളുടെ MGP ഗോവയിൽ നിന്ന് പോയില്ലേ? പഞ്ചാബിൽ പ്രശ്നമുണ്ടെന്ന് രാജേഷ് സമ്മതിച്ചില്ലേ? നിങ്ങൾക്ക് അവിടെ 9% വോട്ടുകൾ വോട്ടിംഗ് റേഷ്യോയെ സ്വാധീനിക്കുമെന്ന് UP യെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് ദളിതന്മാർ വോട്ട് ചെയ്യും, ന്യൂനപക്ഷക്കാർ വോട്ട് ചെയ്യും. തീർച്ചയായും ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം ഇടവേളയിലേക്ക്. ശ്രീ അരുൺ ജോസഫ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഈ 2 ധ്രുവത്തിന് ശക്തി പകരേണ്ട സമയം. നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ പറയുന്ന കാര്യങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ കൃത്യമായി രൂപപ്പെടേണ്ട പൊളിറ്റിക്സിന് ഊർജം പകരേണ്ടത് ഏത് ദിശയ്ക്കാണ് എന്നുള്ളതാണ് ഈ തർക്കങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു പരിചയം തന്നെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ശക്തിയുണ്ട് എന്ന് തോന്നുന്ന മേഖലകളിൽ അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നരേന്ദ്രമോദി എതിർക്കണം. ഉദാഹരണത്തിന് അരുൺ ജോസഫ് തന്നെ പറഞ്ഞു, നരേന്ദ്രമോദിയെ നേരിട്ട് എതിർക്കാൻ പ്രാപ്തി ഇന്ന് രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച രീതിയിൽ കെജ്രിവാളിനെ ഉള്ളൂ എന്ന്. അത് ഇലക്ഷനിൽ ഒരു ആത്മാർത്ഥതയായി രൂപപ്പെടുന്നില്ല എന്ന പരിഭവമാണ് നേരത്തെ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചത്. അല്ല, ആം ആദ്മി പാർട്ടി ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും മത്സരിച്ചു. പക്ഷേ പഞ്ചാബിൽ 4 സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾക്ക് സ്ട്രെങ്ത് ഉള്ള ഏരിയയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആം ആദ്മി പാർട്ടി ഇലക്ഷൻ എടുത്തിരുന്ന സ്ട്രാറ്റജി. അതനുസരിച്ചാണ് പഞ്ചാബിലും ഗോവയിലും മാത്രമായി ആം ആദ്മിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻസ് എല്ലാം ഫോക്കസ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ UP പോലെയുള്ള സ്ഥലത്തേക്ക് മത്സരിക്കാൻ സത്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ല. 400 സ്ഥലത്ത് ആം ആദ്മി കൂടുന്നില്ലല്ലോ. കോൺഗ്രസ് SP ആയിട്ടുള്ള സഖ്യം പോലെ ആം ആദ്മി പാർട്ടി ആരുമായിട്ട് സഖ്യത്തിൽ പോകുന്നില്ല. UP പോലത്തെ ഒരു സ്ഥലത്ത് 400 സീറ്റിൽ സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിക്കാൻ മാത്രമുള്ള റിസോഴ്സസ് ആം ആദ്മി പാർട്ടിക്ക് ഇല്ല. കാരണം ഞങ്ങളുടെ ഇലക്ഷൻ ഫണ്ടിങ് എന്നൊക്കെ പറയുന്നത് 100% ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. ഡിമോണിറ്റൈസേഷൻ വരുന്നതിന് മുമ്പ് തന്നെയും ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ ഫണ്ടിങ് എന്ന് പറയുന്നത് മൊത്തം ഇലക്ട്രോണിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരിമിതമായ വൈറ്റ് റിസോഴ്സസ് വെച്ച് മാത്രമാണ് ഞങ്ങൾ ഒരു ഇലക്ഷൻ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്
മറ്റ് സ്ഥലങ്ങളിൽ ബി ജെ പിക്കെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ ഞങ്ങൾക്ക് ഒരു ഇലക്ഷൻ മോഡിലേക്ക് പോകാൻ പറ്റാത്തത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഡീമോണിറ്റൈസേഷൻ വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയതിനേക്കാൾ കൂടുതൽ റാലി ആം ആദ്മി പാർട്ടി യു.പിയിൽ നടത്തിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ യു.പിയിലെ റാലിയിലെല്ലാം ശക്തമായ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ യു.പി തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ബി ജെ പിക്ക് എതിരായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ ഒരു കാരണവശാലും യു.പി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന യാതൊരു സാഹചര്യവും അവിടെ കാണുന്നില്ല. കാരണം ഇതിനു മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന അനുകൂലമായ എന്ത് ഫാക്ടർ അവിടെ ഉള്ളത്? രാജേഷ് പറയണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ ബി ജെ പിക്ക് വോട്ട് ചെയ്തതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. യു.പിയുടെ അഴിമതി അടക്കമുള്ള വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള യാതൊരു കാരണങ്ങളും ഇല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ യു.പിയിൽ ബി ജെ പിക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്ന് മാത്രമല്ല, അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീൻ ഇമേജ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം ഫാദറായിട്ടുള്ള ഫൈറ്റ് ചെയ്ത് വന്ന കാൻഡിഡേറ്റ് എന്ന നിലയ്ക്കും ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്കും യാതൊരുവിധ കറപ്ഷൻ അലിഗേഷൻ ഇല്ലാത്ത ആളെന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഒന്നും പുറത്തേക്ക് വരാത്ത ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ യു.പിയിൽ കൂടുതൽ പ്രതിഫലിക്കാൻ. അതാണ് വി വി രാജേഷ് അതാണ് ആം ആദ്മിയുടെ നിലപാട് അവിടെ വ്യക്തമായി. ശ്രീ രാജേഷ്, അതായത് അക്കമിട്ട് നിരത്തു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, അതായത് ബീഹാർ മോഡലിലുള്ള ഒരു കൂട്ട് മുന്നണിയാണ് ബി ജെ പിക്ക് എതിരായി വരുന്നത് എങ്കിൽ അഖിലേഷ് യാദവിനെ പോലെ രാം ഗോപാൽ യാദവിനെ പോലെയൊക്കെ വലിയ രീതിയിൽ ക്ലീൻ ഇമേജ് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു പാർട്ടിയാണ് വരാൻ പോകുന്നതെങ്കിൽ, സാമുദായികമായ പല കാര്യങ്ങളും ബി ജെ പിക്ക് എതിരാണെങ്കിൽ എന്ത് കാരണത്താലാണ് യു.പിയിലെ വിജയത്തിൻ്റെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ നിദാനം? രാജേഷ്. അജിംഷാദ്, വളരെ ലളിതമല്ലേ ഇദ്ദേഹം പറഞ്ഞത് തന്നെ ബേസ്ലെസ് ആണെന്ന്. കാരണം 2014 ഇതിനേക്കാൾ ക്ലീൻ ഇമേജ് അഖിലേഷിനും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് മുലായം സിംഗ് യാദവിനും ഉണ്ടായിരുന്നു, സമാജ്വാദി പാർട്ടിക്കും ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ 4 സീറ്റ്. 2014 ബി ജെ പിയുടെ കേന്ദ്രത്തിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിച്ച പെർഫോമൻസിൻ്റെ റിസൾട്ട് ജനങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് പോലും 2014 71 സീറ്റ് നിൽക്കാനിടം കൊടുത്തില്ല അഖിലേഷ് യാദവിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മായാവതിക്കും. ജനങ്ങൾ ബി ജെ പി അംഗീകരിച്ചില്ലേ? അതിനേക്കാൾ പവർഫുള്ളാണ്. ക്ലീൻ ഇമേജ് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ കേന്ദ്രമന്ത്രിസഭ 3 വർഷം കൊണ്ട് 2.5-3 വർഷം കൊണ്ട് ഭരിക്കയില്ലേ? ഒരു പൈസയുടെ അഴിമതി ആർക്കെതിരെയും വന്നിട്ടില്ലല്ലോ. നാടാണെങ്കിൽ നല്ല വികസനത്തിൽ മുന്നോട്ട് പോകുന്നു, സാമ്പത്തികമായ രാജ്യം മുന്നോട്ട് കുതിക്കുന്നു. എന്നാൽ സമാജ്വാദി പാർട്ടി, നമ്മളിപ്പോൾ കൈരളിയുടെ സ്റ്റുഡിയോ ഇരുന്ന് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലൊന്നും അല്ല ഉത്തർപ്രദേശിൽ. അവിടെ തീർച്ചയായും സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെട്ടേ പറ്റൂ. തീർച്ചയായും ശ്രീ ദേവരാജ്, അവസാനമായി ചർച്ച പൂർത്തീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ബി ജെ പിയുടെ കോൺഫിഡൻസിന് എന്ത് അടിസ്ഥാനമാണുള്ളത്, എന്ത് ലോജിക്കാണുള്ളത്? ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ ഡീമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വികാരങ്ങളൊന്നുമില്ല. ലോക്സഭയുടെ സ്വഭാവം തന്നെയാണോ നിയമസഭയിലും പ്രതിഫലിക്കുക? അങ്ങനെയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം മോദിക്ക് ഏറ്റ തിരിച്ചടിയെ സംബന്ധിച്ചു കൂടി രാജേഷ് വായിക്കേണ്ടതില്ലേ? ഈ കാര്യങ്ങളെയൊക്കെ വിലയിരുത്തുമ്പോൾ അന്തിമമായി ഒരടിക്കുറിപ്പ്. ദേവരാജൻ. ഇല്ല, നമുക്കറിയാലോ ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒന്നും രണ്ടാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല കണക്കൂട്ടലുകളും നമ്മൾ വിചാരിക്കുന്നിടത്തായിരിക്കില്ല നിൽക്കാൻ പോകുന്നത് എന്ന്. എന്നാൽ അതേസമയം ചില സംസ്ഥാനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ ഉണ്ടാകാറുമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പഞ്ചാബിനെ സംബന്ധിച്ചൊരു പറഞ്ഞതുപോലെ അവിടെ ഗവൺമെൻറ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കുവാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളും ആ അർത്ഥത്തിലൊരു നിലപാടാണ് പഞ്ചാബിൽ സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരഭിപ്രായം. 2. ഉത്തർപ്രദേശിൽ 2014 ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ 2014 ബി ജെ പിക്ക് വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിന് നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവിടെയും ഇവിടെയും നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെയാണല്ലോ തിരിച്ചു വന്നിട്ടുള്ളത്, അവ ജയിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ കറൻസി പിൻവലിക്കലുമായി ബന്ധപ്പെട്ട വിഷയം ജനങ്ങൾ അത്ര കണ്ട് ബാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി എടുക്കാമല്ലോ എന്നൊരു വാദമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. അത് ശരിയല്ല. കാരണം നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ജയിക്കുന്നതിന്റെ മാനദണ്ഡം ദേശീയ, സംസ്ഥാന, പ്രാദേശിക സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, സാമുദായികപരമായിട്ടുള്ള ചില പരിഗണനകൾ, അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ചില വികാരങ്ങൾ, ഇതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാറുള്ളത്. പല സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയമായി ആയിട്ട് പോലും അല്ല തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. ആ അർത്ഥത്തിൽ ഇതിനെ നമുക്ക് ഈ പറഞ്ഞ കറൻസി പിൻവലിക്കൽ വിഷയവുമായി ബന്ധപ്പെടുത്തി നമുക്ക് കൂട്ടി വായിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അതേസമയം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ IMF-ഉം വേൾഡ് ബാങ്കും
അതുപോലെ CIAയും അതുപോലെ ചെറുകിട മാനുഫാക്ചറിങ് അസോസിയേഷനുകളും ഒക്കെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന കണക്കും പ്രകാരം നമ്മുടെ ഉൽപാദന മേഖല പൂർണ്ണമായും ഈ ഡിമോണിറ്റൈസേഷൻ മുഖാന്തരം തകർച്ചയുടെ വക്കിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്രയോ അധികം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. 7 ബാങ്ക് ജീവനക്കാരും 103 ഇടപാടുകാരും മരിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സമസ്ത സാമ്പത്തിക മേഖലകളെയും പിടിച്ചു കുലുക്കിയ ഈ കറൻസി പിൻവലിക്കലിന്റെ പ്രയോജനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊരു കണക്കെടുപ്പ് കൂടി വേണ്ടേ? ഇപ്പൊ റിസർവ് ബാങ്കിനോ ഗവൺമെന്റിനോ പോലും എത്രത്തോളം കള്ളനോട്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് തന്നെ പറയുന്നത് 4 ലക്ഷം കോടി രൂപ കള്ളനോട്ടായി എന്നുള്ളതാണ്. ശ്രീ രാജേഷിന് തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, ബാങ്കിൽ പണം വന്നിരിക്കുന്നു, അത് കള്ളപ്പണമാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇനി ഈ വന്നിട്ടുള്ള പണത്തിന്റെ സോഴ്സ് കാണിക്കാൻ ഈ നിക്ഷേപകന് കഴിയാതെ വന്നാൽ മാത്രമേ അത് കള്ളപ്പണമാവുന്നുള്ളൂ. അതിന് ഇനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കണം, ആ സോഴ്സ് കാണിക്കാൻ ഈ നിക്ഷേപകൻ തയ്യാറാകണം. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം സമയമെടുക്കും? അതിനു മുമ്പ് നമുക്ക് പറയാനും കഴിയില്ല എന്തുമാത്രം കള്ളനോട്ട് വന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ വ്യക്തമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇത് ആത്യന്തികമായി ഗവൺമെന്റ് തിരിച്ചടി തന്നെയാണ്. തീർച്ചയായും ഈ തിരിച്ചടിയുടെ വിയർക്കലാകുമോ? ഒരു പക്ഷേ ശ്രീ ദേവരാജൻ, സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇടപെട്ട് മതിയാകൂ എന്നതുകൊണ്ടാണ്, ക്ഷമിക്കണം. ഇത്തരത്തിൽ ഉള്ള തിരിച്ചടികളുടെ പരമ്പരയാകുമോ അങ്കത്തട്ട് മുറുകുമ്പോൾ കാണാനാവുക? തേരോട്ടം നിലയ്ക്കുമോ അതോ തുടരുമോ? ഈ രീതിയിൽ ആരൊക്കെയാകും പുറംതള്ളപ്പെടുക? വലിയ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തീർച്ചയായും അതിൻ്റെ അരമുറുകിക്കഴിഞ്ഞു. ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.